Hi all, welcome to Competitive Cracker. 10ാം ക്ലാസ് +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഒരുപാട് അവസരങ്ങളാണ് 2025 PSC നോട്ടിഫിക്കേഷനുകളിൽ വന്നിട്ടുള്ളത്. ഡിഗ്രി യോഗ്യതയുള്ളവർക്കായിട്ട് SI, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളും CPO, WCPO, ഫയർമാൻ പോലുള്ള യൂണിഫോം പോസ്റ്റുകളും ഡ്രൈവർ പോസ്റ്റുകളും കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അതുപോലെ തന്നെ ASM പോലുള്ള പരീക്ഷകളുമാണ് 2025 നമ്മളെ കാത്തിരിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഒരു കിടിലൻ റിപ്പബ്ലിക് ഡേ ഓഫറുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഈ വരുന്ന ജനുവരി 25, 26, 27 തീയതികളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും 30% ഓഫർ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കോഴ്സുകളെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസും അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ 10th പ്രിലിംസ് എക്സാമിന്റെ 2 ഘട്ട പരീക്ഷകൾ കഴിഞ്ഞു. അടുത്ത ഘട്ടം നാളെയാണ്. സോ അതുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ 3ാം ഘട്ടം എഴുതുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 2 ഫേസുകളിൽ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയാസ്? അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 3ാം ഘട്ട 10th ലെവൽ എക്സാം എഴുതുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയ വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. സോ ആദ്യ ചോദ്യം നോക്കാം. ആദ്യ ചോദ്യം പ്രധാനപ്പെട്ട ഒരു സമ്മിറ്റിനെ കുറിച്ചാണ്. ബ്രിക്സ് അല്ലെ? ബ്രിക്സിൽ ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ അംഗങ്ങളായിട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് ഇപ്പോൾ ഇന്തോനേഷ്യയും നൈജീരിയൊക്കെ ഒഫീഷ്യലായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് ചേർന്നിട്ടുണ്ട്. സോ ഇവിടെ ചോദ്യം ഇതാണ്: 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ശരി ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ബ്രിക്സിന്റെ വിവരങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം മറ്റ് പ്രധാനപ്പെട്ട സമ്മിറ്റ് നോക്കാം. അതായത് COP29 എന്ന് പറഞ്ഞ കാലാവസ്ഥ ഉച്ചകോടിയാണ്. ഈ കാലാവസ്ഥ ഉച്ചകോടി 2024 നടന്നത് അസർബൈജാനിലെ ബാക്കുവിലാണ്. അസർബൈജാനിലെ ബാക്കുവിലാണ് 2024 COP29 കാലാവസ്ഥ ഉച്ചകോടി നടന്നത്. 2024 G7 ഉച്ചകോടി നടന്ന എവിടെയാണ്? ഇറ്റലിയിലാണ്. ഇറ്റലിയിലെ ബുർക്കിനോ ഫാസോയിലാണ് G7 ഉച്ചകോടി നടന്നത്. ഇനി G20 ഉച്ചകോടി, ഇപ്പോ അംഗങ്ങൾ G21 ആണ്. 21 മെമ്പേഴ്സ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. 19 രാജ്യങ്ങളും 2 യൂണിയനുകളും അല്ലെ? സോ G20 ഉച്ചകോടി 2024 നടന്ന എവിടെയാണ്? ബ്രസീലിലാണ് 2024 G20 ഉച്ചകോടി നടന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സമ്മിറ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. ഇതിലൊക്കെ ഏതെങ്കിലും ഒന്ന് ഇനി വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബ്രിക്സ് ഉച്ചകോടി 2024 നടന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ബ്രിക്സ് ഉച്ചകോടി നടന്നത് റഷ്യയിലെ കസാനിലാണ് എന്ത് നടന്നത്? 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത്. ബ്രിക്സ് എന്ന് പറയുമ്പോൾ ഈ ബ്രിക്സിലെ ഓരോ അക്ഷരങ്ങളും സൂചിപ്പിക്കുന്നത് അതിന്റെ സ്ഥാപക അംഗങ്ങളെയാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അപ്പോ 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. അത് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റാ, ഒന്നാമത്തെ ശരിയാ. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിയും ബിയും എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇനി 1 ആണോ 4 ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. കസാൻ സ്ഥിതി ചെയ്യുന്ന ചൈനയിലാണ്. കസാൻ എവിടെയാണ്? റഷ്യയിലാണ്. അതുകൊണ്ട് തന്നെ 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. സോ എയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. സോ ഉത്തരമായി 1ഉം 4ഉം മാത്രം എന്ന് പറയുന്നതാണ് ആൻസർ. എന്നാൽ കൂടി മറ്റുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കി നോക്കാം. ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി അല്ല, ചൈനയിലെ ഷാങ്ഹായ് ആണ് ബ്രിക്സിന്റെ ആസ്ഥാനം. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അത് ശരിയാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന് ഉത്തരം. 1ാമത്തെ ഘട്ടത്തിൽ ചോദിച്ച ചോദ്യമായിരുന്നു. 10th പ്രിലിംസിന്റെ ആദ്യ ഘട്ടത്തിൽ ചോദിച്ച ചോദ്യമായിരുന്നു. ഇനി 2024 ബ്രിക്സ് സമ്മേളനം നടന്ന എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു റഷ്യയിലെ കസാനിലാണ് 2024 ബ്രിക്സ് സമ്മേളനം നടന്നത്. അപ്പോൾ ഇതും ഫസ്റ്റ് ഫേസിൽ ചോദിച്ച ചോദ്യമാണ്.
അപ്പോ അതിനെക്കുറിച്ചൊരു ഐഡിയ ഉള്ളവർക്ക് ഈ 2 മാർക്കും ഒരു പക്ഷേ നേടാൻ സാധിക്കുമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? വൺസ് അഗൈൻ സെക്കൻഡ് ഫേസിൽ ചോദിച്ച ചോദ്യം. ഓക്കെ, അപ്പൊ ഈ ഒരു സമ്മിറ്റുകൾ ഈ ഒരു 10ാം ക്ലാസ് ലെവൽ പ്രാഥമിക പരീക്ഷയുടെ ഒരു കീ ടോപ്പിക് തന്നെയാണ്. വരുന്ന പരീക്ഷകൾ ചിലപ്പം G20 G7 COP29 ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബ്രിക്സ് ഉച്ചകോടി 2024 നടന്നത് റഷ്യയിലെ കസാനിലാണ്. അപ്പൊ അതിന് ഉത്തരവും നമുക്ക് കിട്ടി. അടുത്ത ചോദ്യം, അടുത്തത് സാഹിത്യ അവാർഡുകളാണ്. പ്രധാനപ്പെട്ട ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എല്ലാ പരീക്ഷയ്ക്കും നിർബന്ധമായിട്ട് പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ് സാഹിത്യ അവാർഡുകൾ. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാഹിത്യ അവാർഡ് നമ്മൾ എല്ലാ പരീക്ഷയ്ക്കും പഠിച്ചു പോകണം. LDCയിൽ നിന്നും LGCയിൽ നിന്നും ആ ഒരു ട്രെൻഡ് മാറിക്കൊണ്ടായിരുന്നു ഇത്തവണത്തെ 10th പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാഹിത്യ അവാർഡുകളൊന്നും അധികം നമ്മുടെ 10th LDC പരീക്ഷയിൽ ചോദിച്ചിരുന്നില്ല. അതുപോലെ നൊബേൽ സമ്മാനം അപ്പോഴേക്കും കൊടുത്ത് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കേരള ജ്യോതി അവാർഡുകൾ കൊടുത്തു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ഒരു 10th ലെവൽ എക്സാമിൽ ഈ ടോപ്പിക്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയുള്ള പരീക്ഷകളിലൊക്കെ ഇതൊരു ഫോക്കസ് ഏരിയ ആയിട്ട് മാറും. നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? NS മാധവനാണ്. ശരിയാണ്, മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അത് NS മാധവനാണ്. വയലാർ അവാർഡ് അശോകൻ ചെരുവിലിനാണ്. കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിനാണ് 2024 വയലാർ അവാർഡ് ലഭിച്ചത്. അതും ലേറ്റസ്റ്റ് ആയുള്ള ഒരു അവാർഡാണ്. കേരള ജ്യോതി പുരസ്കാരം ഒരു മലയാളിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് കേരള ജ്യോതി പുരസ്കാരം. അത് MK സാനുവിനാണ്. അതും ശരിയാണ്. മൂന്നാമത്തെ കേരള ജ്യോതി പുരസ്കാരമാണ് 2024 പ്രഖ്യാപിച്ചത്. അത് MK സാനുവിനാണ്. ഓക്കെ ആണല്ലോ. ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. ഓടക്കുഴൽ അവാർഡ് ഈ എക്സാം നടക്കുന്ന സമയത്ത് ഗോപികൃഷ്ണനാണ്. P ഗോപികൃഷ്ണൻ. ഓക്കെ, ഗോപികൃഷ്ണൻ ആയിരുന്നു ഓടക്കുഴൽ അവാർഡ് ഈ ഒരു എക്സാം നടക്കുന്ന സമയത്ത് ലഭിച്ചിരുന്നത്. അപ്പോ 4ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇവിടെ തെറ്റായ ജോഡി ഏതെന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് ഇവിടെയും ഏതാണ് ആൻസർ? ഓപ്ഷൻ D ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രന് അല്ല. 2023 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? ഗോപികൃഷ്ണനാണ്. കുഴൽ, ഓടക്കുഴൽ ആരുടെ കയ്യിലാണ്? കൃഷ്ണന്റെ കയ്യിലാണ് അല്ലെ. ഗോപികൃഷ്ണൻ. ഇനി കേരള പ്രഭാ പുരസ്കാരം. നേരത്തെ നമ്മൾ കേരള ജ്യോതി പുരസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. ഒരു മലയാളിക്ക് ലഭിക്കാവുന്ന പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരമാണ് കേരള ജ്യോതി. കേരള പ്രഭ എന്ന് പറഞ്ഞാൽ 2ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് കേരളത്തിലെ. അത് 2 പേർക്കാണ് ലഭിച്ചത്. ISRO ചെയർമാനായിട്ടുള്ള മുൻ ISRO ചെയർമാനായിട്ടുള്ള S സോമനാഥ് അല്ലെ, കഴിഞ്ഞ ISRO ചെയർമാൻ ആയിരുന്നു. പിന്നെ ഭുവനേശ്വരി അമ്മ, അവര് ജൈവ കർഷകയാണ് ആര്? ഭുവനേശ്വരി അമ്മ എന്ന് പറയുന്നു. അപ്പോ കേരള പ്രഭാ പുരസ്കാരം 2024 ലഭിച്ചത് 2 വ്യക്തികൾക്കാണ്. ഒന്ന് S സോമനാഥ്, അദ്ദേഹം മുൻ ISRO ചെയർമാനാണ്. അതുപോലെ ഭുവനേശ്വരി അമ്മ എന്ന് പറയുമ്പോൾ ജൈവ കർഷകയാണ്. അപ്പൊ നിങ്ങൾ ഈ കേരള ജ്യോതി പുരസ്കാരങ്ങളെ കുറിച്ച് കൂടുതൽ ഇനിയും നോക്കുക. അത് ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കേരള ശ്രീ പുരസ്കാരങ്ങളെ കുറിച്ച് ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൂടി നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കുക. നെക്സ്റ്റ്, അടുത്ത് കേരളത്തിൽ നടന്ന ഇലക്ഷനെ കുറിച്ചാണ്. ഈ ചോദ്യം വളരെ സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ ആ എക്സാം അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ ഈ ചോദ്യം തെറ്റിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിന്റെ പ്രധാന കാരണം ഈ നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്ന വാക്ക് തന്നെയാണ്. നമ്മൾ ആ ഒരു എക്സാമിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ നമ്മൾ അത് പെട്ടെന്ന് നടന്ന മണ്ഡലങ്ങൾ എന്ന് നമ്മൾ പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കേരളത്തിൽ 2024 പ്രധാനമായിട്ട് 3 മണ്ഡലങ്ങളിലാണ് ഇലക്ഷൻ നടന്നത്. ഒരു ലോകസഭാ മണ്ഡലവും 2 നിയമസഭാ മണ്ഡലവും. നിയമസഭാ മണ്ഡലമാണെങ്കിൽ ചേലക്കരയും പാലക്കാടും, ലോകസഭാ മണ്ഡലമാണെങ്കിൽ വയനാട്.
ഇവിടെ നിയമസഭാ മണ്ഡലങ്ങൾ എന്നാണ് ചോദ്യം. അത് കൃത്യമായിട്ട് വായിച്ചില്ലെങ്കിൽ ഇത് അറിയുന്നവർ പോലും തെറ്റിക്കും. സോ ആൻസർ ഏതാണ്? പാലക്കാടും ചേലക്കരയുമാണ് നിയമസഭാ മണ്ഡലങ്ങൾ, നിയമസഭ ഇലക്ഷൻ നടന്ന മണ്ഡലങ്ങൾ. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കരയിലെ UR പ്രദീപുമാണ് വിജയിച്ചത്, MLA-മാരായിട്ട് മാറിയത്. എന്നാൽ വയനാട്ടില് MP ആയിട്ട് മാറിയത് പ്രിയങ്ക ഗാന്ധിയാണ്. ഓക്കെ, അപ്പോ ഇവിടെ ആൻസർ D ആണ്. അറിയുന്നവർ പോലും തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് ഈ ഒരു വാക്ക് നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്ന വാക്ക് കാരണം. അടുത്ത ചോദ്യം നൊബേലുമായി ബന്ധപ്പെട്ടാണ്. എപ്പോഴും പ്രധാനപ്പെട്ടത് തന്നെയാണ് നൊബേൽ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച നൊബേലുമായി ബന്ധപ്പെട്ടതായിരുന്നു അടുത്ത ചോദ്യം. സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം 2024 ലഭിച്ച വ്യക്തിയാണ് ഹാൻ കാങ്. അവരുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയക്കാരിയാണ്, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ ആദ്യ ഏഷ്യൻ വനിത കൂടിയാണ് ആര്? ഹാൻ കാങ്. അത് അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആദ്യ ഏഷ്യക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ആണ്. സാഹിത്യത്തിന് നൊബേൽ ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ആണ്. എന്നാൽ ആദ്യ വനിത എന്ന് പറയുമ്പോൾ ആരാണ്? ദക്ഷിണ കൊറിയക്കാരിയായിട്ടുള്ള, സൗത്ത് കൊറിയക്കാരിയായിട്ടുള്ള ഹാൻ കാങ് ആണ്. അവരുടെ ഫേമസ് ആയുള്ള വർക്കാണ് ദി വെജിറ്റേറിയൻ. അതിന് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥപരമായ രചനയാണ്. ഒന്നാമത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ശരി ഏതെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് 3, 4 ക്യാൻസൽ ചെയ്യാം. 3, 4 സോറി, എയും സിയും ക്യാൻസൽ ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് കളയാം. ബാക്കി 2 ആണോ 4 ആണോ B ആണോ D ആണോ അത് നോക്കിയാൽ മതി. 1, 2 ശരിയാണ്. മൂന്നാമത്തെ ശരിയാണോ? ശരിയാണ്. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഫേമസ് ആയുള്ള വർക്കാണ്. അതിന് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 3 ശരിയാണ്. സ്വാഭാവികമായിട്ടും 3 ശരിയാണെങ്കിൽ ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥപരമായ രചനയാണ്. ആ പോയിന്റും അറിയില്ലെങ്കിൽ പോലും പിന്നെ കൂടുതൽ ആൻസർ ഏതാണ്? ആൻസർ ആവാൻ സാധ്യത എല്ലാം ശരിയാണത്. അത് തന്നെയാണ് ആൻസർ. ഞാൻ എലിമിനേഷൻ ടെക്നിക്കിലൂടെ എങ്ങനെ ആൻസറിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പറഞ്ഞു തന്നത്. നെക്സ്റ്റ് ഒരു പദ്ധതിയെ കുറിച്ചാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധി ഉള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? സെക്കൻഡ് ഫേസിൽ ചോദിച്ച ചോദ്യമാണ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പല പദ്ധതികളും പല PSC പരീക്ഷകളും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നൊരു ട്രെൻഡാണ്, ഒരു കൊല്ലമായിട്ട് വന്ന ട്രെൻഡാണ് ദേശീയ തലത്തിലുള്ള പദ്ധതികൾ നന്നായിട്ട് ചോദിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അത് 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ലഭിക്കുന്ന ഒരു 70 വയസ്സോ അതിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. ദേശീയ തലത്തിലുള്ള ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. 2024 ഇത് ലോഞ്ച് ചെയ്യുന്നത്. 2024 ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം. വൺസ് അഗൈൻ ദേശീയ തലത്തിലുള്ള, കേരളത്തിൽ നിന്ന് പുറത്തുള്ള ഒരു പദ്ധതിയാണ്. ഈ മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിനോട് ചെറിയൊരു ചായ്വ് തോന്നാൻ ചാൻസ് ഉണ്ട് അല്ലെ? മഹാലക്ഷ്മി സ്കീം എന്ന് പറയുമ്പോൾ കേരളം എന്തായാലും അല്ല, കേരളം ഓപ്ഷനിലേ ഇല്ല. സ്വാഭാവികമായിട്ട് നമുക്ക് തമിഴ്നാട്ടിലേക്ക് ചെറിയൊരു ചായ്വ് വരാൻ ചാൻസ് ഉണ്ട്. ആൻസർ ഏതാണ്? തെലുങ്കാനയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഒടുവിലായിട്ട് രൂപം കൊണ്ട സംസ്ഥാനമായിട്ട്, നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ഒടുവിലായിട്ട് രൂപം കൊണ്ട സംസ്ഥാനമായിട്ടുള്ള തെലുങ്കാനയാണ് മഹാലക്ഷ്മി സ്കീം എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയ. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മഹാലക്ഷ്മി സ്കീം എന്ന് പറയുന്നത്. സോ അത് എവിടെയാണ്? തെലങ്കാനയിലാണ്. ഓക്കെ. നെക്സ്റ്റ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് വരുന്നത് വരെ എന്തായാലും നമുക്ക് അതുവരെയുള്ള PSC പരീക്ഷകളിൽ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് അറിഞ്ഞിരിക്കേണ്ടി വരും. നമ്മൾ ഇതിനു മുൻപും ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. സോ 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ്. 7 മലയാളികളാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. അതില്
മെഡൽ നേടിയ ഒരേ ഒരു മലയാളിയാണ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള PR ശ്രീജേഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള PR ശ്രീജേഷ് ആണ് ഈ ഒരു 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏക മലയാളി മെഡൽ ജേതാവ് എന്ന് പറയുന്നത്. ടോട്ടൽ ഇന്ത്യക്ക് 1+5 അല്ലെ, 1+5 അതായത് ഒരു സിൽവറും 5 ബ്രോൺസും അടക്കം 6 മെഡലാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഇന്ത്യക്ക് മെഡൽ പട്ടികയിൽ 71st പൊസിഷൻ ആയിരുന്നു. കഴിഞ്ഞ ഒളിമ്പിക്സ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ പ്രകടനം കുറച്ച് പിന്നിലോട്ടാണ്. എന്നാലും ഒരുപാട് മത്സരങ്ങൾ ഇന്ത്യ പൊരുതി അവസാന റൗണ്ടിലൊക്കെയാണ് പരാജയപ്പെട്ടത്. അതൊക്കെ മെഡൽ ലഭിക്കുകയായിരുന്നെങ്കിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചേനെ. അപ്പൊ അടുത്ത ചോദ്യം, 2024 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം. നേരത്തെ ഓൾറെഡി നമ്മൾ സാഹിത്യത്തിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പൊ സമാധാനമാണ്. അപ്പൊ ഇനി വരുന്ന പരീക്ഷകളിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ള വിഭാഗങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, മെഡിസിൻ, അതുപോലെ എക്കണോമിക്സ്, ഇതുമായി ബന്ധപ്പെട്ട ജേതാക്കളെയും അത് അവരുടെ വർക്കിനെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സോ 2024 സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ച സംഘടന ഏതാണ്? നിഹോൺ ഹിഡാക്യോ എന്ന് പറയുന്ന ജപ്പാനീസ് സംഘടനയാണ്. ഹിബാകുഷകൾ എന്നവർ അറിയപ്പെടുന്നുണ്ട്. ഹിബാകുഷകൾ എന്നറിയപ്പെടുന്ന ജപ്പാനീസ് ഓർഗനൈസേഷൻ ആണ് ഏത്? നിഹോൺ ഹിഡാക്യോ എന്ന് പറയുന്നത്. സോ 2024 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടനയാണ് നിഹോൺ ഹിഡാക്യോ. ഹിബാകുഷകൾ എന്നും അവർ അറിയപ്പെടുന്നുണ്ട്. ഇനി വരുന്ന പരീക്ഷകളിൽ ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, എക്കണോമിക്സ് ഈ മേഖലയിലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൃത്യമായിട്ട് അത് അറിഞ്ഞിരിക്കുക. അവരുടെ ഏത് ഫീൽഡിനാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത് അതോടെ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം. പ്രഥമ ലോകകപ്പ് വേദിയായത് ഇന്ത്യയിലെ ന്യൂഡൽഹിയാണ്. ആദ്യമായിട്ടാണ് ഖോഖോ വേൾഡ് കപ്പ് നടക്കുന്നത്. അതിന് വേദിയായത് ഇന്ത്യയിലെ നമ്മുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ന്യൂഡൽഹിയിലാണ്. ഓക്കെ, സോ അതിൽ ചാമ്പ്യൻസ് മെൻസ് കാറ്റഗറി ആണെങ്കിലും വുമൻസ് കാറ്റഗറി ആണെങ്കിലും ചാമ്പ്യൻസ് ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. 2 കാറ്റഗറിയിലും പുരുഷ വനിതാ വിജയികൾ ആരാണ്? ഇന്ത്യയാണ്. അതുപോലെ ഈ ഖോഖോയിൽ എത്ര പേരാണ് മത്സരിക്കുക? 9 പേരടങ്ങുന്ന ഒരു സ്പോർട്സ് കളിയാണെന്ത്? ഖോഖോ എന്ന് പറയുന്നത്. 9 പേരുള്ള ഒരു കായിക, ഒരു ടീമിൽ 9 പേരുള്ള ഒരു മാച്ചാണ്, ഒരു മത്സരമാണെന്ത്? ഖോഖോ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയായത് ഇന്ത്യയിലെ ന്യൂഡൽഹിയാണ്. അതിൽ ചാമ്പ്യൻസ് ഓൾറെഡി ആ ടൂർണമെന്റ് കഴിഞ്ഞു. ചാമ്പ്യൻസ് ആയതും ആര് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. അത് പുരുഷ വനിതാ വിഭാഗങ്ങളിലൂട്ടോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ് അല്ലെ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ്. അപ്പോൾ ഇത്തവണ കുറച്ച് വൈകിട്ടാണ് ഈ ഒരു നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത്. സോ അതിൽ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് കാരിച്ചാൽ ചുണ്ടനാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ 10th പ്രിലിംസ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. ഇതിന് പ്രാഥമിക പരീക്ഷയില്ല, അഥവാ പ്രിലിംസ് എക്സാം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒറ്റ പരീക്ഷയാണ് LDCയും LGSും പോലെ. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കുകയും നല്ല റാങ്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും. അപ്പോൾ ഈ 10th പ്രിലിംസ് എക്സാമിന്റെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, LDC സിലബസ് ആണ്. പുതിയ സിലബസ് അപ്ഡേറ്റഡ് ആക്കിയിട്ടുണ്ട് PSC. LDC നിലവാരത്തിലുള്ള പരീക്ഷയാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ജോലി സ്മാർട്ട് വർക്കിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. സോ നമ്മൾ ഇതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ്, LDC സിലബസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ്, അതനുസരിച്ചുള്ള പ്രിവ്യൂ ക്ലാസ് ഒക്കെ അവൈലബിൾ ആണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഈ വീഡിയോയുടെ താഴത്ത് ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഫീസ് സ്ട്രക്ചറും മറ്റെല്ലാ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 10th പ്രിലിംസ് എക്സാം എഴുതുന്ന അടുത്ത ഘട്ടത്തിൽ എഴുതുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഷോർട്ട് സെഷൻ ആയിരുന്നു ഇത്. ഓക്കെ ആണല്ലോ.
അവർ ഇനി 10 മാർക്കാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ വെയിറ്റേജ്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്യാം, അതിൽ കുറവോ കൂടുതലോ വരാം. അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും നാളത്തെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ ടോപ്പിക്സ് നന്നായിട്ട് പഠിച്ചു പോവുക. പ്രധാനപ്പെട്ട വേദികൾ, പ്രധാനപ്പെട്ട പദവികൾ, സാഹിത്യ പുരസ്കാരങ്ങൾ, നൊബേൽ, കേരള ജ്യോതി പുരസ്കാരം, ഇങ്ങനെയുള്ള ടോപ്പിക്സ്. പിന്നെ ഡി ഗുഗേഷ് എന്ന് ഓർത്ത് വെക്കുക, അത് ചോദ്യമായിട്ട്. ഡി ഗുഗേഷ് അല്ലേ, ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഡി ഗുഗേഷ്, അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കി വെക്കുക. നമ്മൾ കറണ്ട് അഫയേഴ്സ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ബാച്ചിലൂടെ കടന്നു പോകുന്നത്. കാരണം നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് കേരളം, ഇന്ത്യ, വേൾഡ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട്, അത് മാത്രമല്ല മറ്റുള്ള സ്പോർട്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, എക്കണോമിക്സ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താണ് പഠിക്കുന്നത്. ഇത് പഠനത്തിന് നന്നായിട്ട് വളരെ എഫിഷ്യൻസി കൂട്ടുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾ അതിൻ്റെ ചെറിയ ചെറിയ ക്യാപ്സ്യൂൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ലൈവിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നത്. സോ പെട്ടെന്ന് തന്നെ ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട്, ആ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ബാച്ചിന്റെ ഭാഗമാകാൻ ശ്രമിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കൂടെ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ PSC പ്രിപ്പയർ ചെയ്യുന്ന, അടുത്ത ഘട്ടം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, സോ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് റെക്കമെൻഡേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.